ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ ഇളയച്ചൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം. മോളെ ശ്രുതി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയ മോളെ, ദേ ഇളയച്ചൻ. അപ്പോൾ സച്ചിയും രേവതിയൊക്കെ വരിക. അപ്പോൾ ഇവരിങ്ങനെ വന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഇളയച്ചനാണെങ്കിൽ ചുറ്റുപാടൊന്ന് നോക്കുക. ചുറ്റുപാട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ പ്രശ്നം പറയാം, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ശ്രുതിയും വരിക. അപ്പോൾ ശ്രുതി ഇളയച്ചനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇളയച്ചനോട് മിണ്ടില്ല, ഇളയച്ചൻ എന്നോടും മിണ്ടണ്ട, ഇത്ര നേരം ഞാൻ വിളിക്കുന്നു. എന്നിട്ട് ഇളയച്ചൻ ഫോൺ എടുത്തോ, അച്ഛൻ മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഇതുവരെയായിട്ട് ഇവിടെ എത്തിയില്ല. ഞാൻ അച്ഛനെയും വിളിച്ചു നോക്കി, പക്ഷെ അച്ഛനും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരി ആയില്ല ഇളയച്ച, എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ഇളയച്ച എന്നിങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇളയച്ചനാണെങ്കിൽ പെട്ടെന്നൊരു വെപ്രാളം കാണിക്കുകയാണ്. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥകൊക്കെ പോയി അടക്കുക. അപ്പം കഥകൊക്കെ പോയി അടക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ ഡോറടച്ചത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങളെന്തിനാ ഡോറടച്ചത്? അതൊക്കെ പറയാന്നേ, ഡോറടക്കാനുള്ള കാരണമുണ്ട്. അപ്പം സച്ചി, എന്താ പുറത്ത് വല്ല ഇടിവെട്ട് മഴയുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വാതിലടച്ചതെന്നാ ചോദിച്ചത്? അതൊക്കെ പറയാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയോട്, അതെ രുക്മിണി, ഒരു മൂടിയുള്ള പാത്രം എടുത്തുകൊണ്ട് വരാം. അയ്യോ, ഞാൻ രുക്മിണിയല്ല, രേവതി. പേരിലല്ല ഇവിടെ മുഖ്യം, പാത്രത്തിലാണ് മുഖ്യം. പെട്ടെന്ന് എടുത്തുകൊണ്ട് വാ, ഒരു മൂടിയുള്ള പാത്രം പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ രേവതി മുടിയുള്ള പാത്രം എടുക്കാനായിട്ട് ഓടി ചെല്ലുക. ആ സമയത്ത് ഇയാളാണെങ്കിൽ സെറ്റിൽ കൂടിയൊക്കെ കയറി നടന്നിട്ട് ആ ജനലിൻ്റെ കർട്ടനൊക്കെ മൂടി പൊതച്ചിടുകയാണ്. അയ്യോ, എന്താ പറ്റിയത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അപ്പോഴേക്കും രേവതി മുടിയുള്ള പാത്രവും കൊണ്ടുവരിക. അപ്പോൾ ആ പാത്രം കൊണ്ടുവന്നപ്പോഴേക്കും കൊണ്ടുപോവാ, ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്നിട്ടേ നിങ്ങളുടെ മൊബൈൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ പാത്രത്തിലിടണം. എന്തിനിപ്പം മൊബൈൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പാത്രത്തിലിടുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേൾക്ക്. അതിട്ടില്ലെങ്കിൽ വലിയൊരു ആപത്താണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇട്ടേക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ഇടാനാ പറഞ്ഞത്. അങ്ങനെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇയാൾ ആ പാത്രത്തിലിട്ട് നേരെ മൂടി അങ്ങോട്ട് വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം ഇയാൾ ആ സെറ്റിയിലോട്ട് കിടന്നിട്ട്, ഹോ എൻ്റെ അമ്മോ, ഇപ്പോഴാണ് സമാധാനമായത്. നിങ്ങൾ എന്താന്ന് പറഞ്ഞില്ലല്ലോ, എന്താ കാര്യമെന്ന്? എന്തിനാണ് ഈ ഡോറെല്ലാം അടച്ചു പൂട്ടിയിട്ട് ഈ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? പറയാം, എല്ലാം ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അതിനുശേഷം ഇയാൾ ഭയങ്കര കരച്ചിൽ. എന്തിനാ കരയുന്നത്? എന്താ കരയുന്നതെന്ന്. അപ്പം സച്ചി അതിനിടയിൽ കളിയാക്കിയെന്ന് സംസാരിക്കുകയാണ്. സച്ചി, നീ ഇപ്പോൾ എല്ലാ കരയിലും കയറി അങ്ങോട്ട് തലയിലാന്ന് നിൽക്കണ്ട. അദ്ദേഹം എന്തിനാ കരയണേന്നൊന്ന് പറയട്ടെ. എന്തിനാ കരയുന്നത്? ശ്രുതി വന്നിട്ട്, ഇളയച്ചൻ എന്തിനാ ഇളയച്ച കരയുന്നത് എന്ന് ചോദിച്ചു. മോളെ, ശ്രുതി മോളുടെ അച്ഛൻ. അച്ഛൻ എന്താ പറ്റിയത്? പറ ഇളയച്ച, എൻ്റെ അച്ഛന് എന്താ പറ്റിയത്? എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറ ഇളയച്ച, എനിക്കൊരു മനസമാധാനമില്ല. അപ്പോൾ ചന്ദ്രമതിയും എല്ലാവരും കൂടി ചോദിക്കണം, എന്താ ശ്രുതിയുടെ അച്ഛൻ എന്താ പറ്റിയത്? അതായത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ ജയിലിലാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, മലേഷ്യ ജയിലോ? അദ്ദേഹം എങ്ങനെ ജയിലിൽ പോയി? അദ്ദേഹത്തിന് ഒരുപാട് പാർട്ട്ണർമാരുണ്ടായിരുന്നു. അവരെല്ലാം അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു. പക്ഷേ ആ പാർട്ട്ണറൊക്കെ അദ്ദേഹത്തെ വഞ്ചിച്ചു, കുറേ പണങ്ങൾ കടത്തി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഞെട്ടിപ്പോവുക. സച്ചിക്ക് മാത്രം അത്ര വലിയ വിശ്വാസമൊന്നും പോരാ. ഇത് കേട്ടതും ശ്രുതിയുടെ ഒടുക്കത്തെ അഭിനയം. ശ്രുതിയാണെങ്കിൽ, അയ്യോ എൻ്റെ അച്ഛ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇളയച്ച, എന്തൊക്കെയാണ് ഇളയച്ച കേൾക്കുന്നത്? പറയാൻ പറഞ്ഞതുപോലെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ സച്ചി രേവതിയും, എന്താ നിങ്ങൾ പറഞ്ഞത്? പറയാൻ പറഞ്ഞതുപോലെയാണ് പറഞ്ഞതെന്നോ? എന്ത് പറയാൻ പറഞ്ഞ പോലെ? അത് പിന്നെ ഞാൻ ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിൽ പോയി കണ്ടിരുന്നല്ലോ. അപ്പോൾ മലേഷ്യയിൽ ശ്രുതിയുടെ അച്ഛൻ എന്നെ പറഞ്ഞേൽപ്പിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ. എന്നാലും എൻ്റെ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഭയങ്കര നെഞ്ചത്തടിച്ച് കരയുക. ശ്രുതിയും അതിനോടൊപ്പം
കിടന്ന് കാറുകയാണ്. അതിനിടക്ക് നമ്മുടെ ശ്രുതി ഈ സച്ചിയെയും രേവതിയെയും എഡം കണ്ണ് വെച്ച് നോക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും സംശയം വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ചോദിക്കണേ, എങ്ങനെ ജയിലത്, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ പറയാം, എല്ലാ കഥയും ഞാൻ പറയാം. അതെ, ഇവിടത്തെ ഫംഗ്ഷന് വരാൻ വേണ്ടി നേരെ എൻ്റെ ഏട്ടൻ എയർപോർട്ടിലേക്ക് വന്ന് ദേ ആ സീറ്റിൽ അങ്ങോട്ടിരുന്ന് ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് വരെ ഇട്ടു. അപ്പോൾ ദേ വരുന്നു അവിടുത്തെ ഒരു കൂട്ടം പോലീസുകാർ. ആ പോലീസുകാർ മൊത്തം എൻ്റെ ഏട്ടനെ വളഞ്ഞു, ഒരു സിനിമ സ്റ്റൈൽ എന്ന പോലെ. എന്നിട്ട് എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ വിലങ്ങും വെച്ചിട്ട് അവര് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഏട്ടന് ചതിച്ചതാണെന്നും പട്ടന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് പണമെല്ലാം തട്ടിപ്പുണ്ടാക്കിയിട്ട് ഇപ്പോൾ എൻ്റെ ഏട്ടന് ഒരു നിവൃത്തിയില്ലാതിരിക്കുക. എൻ്റെ ഏട്ടൻ്റെ സ്വത്തും പണവും ബാങ്ക് ബുക്കും പാസ്പോർട്ടും എല്ലാം മരവിപ്പിച്ചിരിക്കുക. ഇത് കേട്ട ചന്ദ്ര ചങ്കത്ത് കൈവച്ച് നിൽക്കുക. അയ്യോ എൻ്റെ ദൈവമേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണങ്ങളെല്ലാം പോയോ? അദ്ദേഹം പാപ്പരായോ? അദ്ദേഹത്തിന് ഇനി ഒന്നുമില്ലേ? ഇതാണ് ചന്ദ്രയുടെ വിഷയം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഒന്ന് ഞെട്ടി. അപ്പോൾ നമ്മുടെ ഇളയച്ചൻ പറയാ, ചന്ദ്രമതി, ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഈ പാസ്പോർട്ടും ബാങ്ക് ബുക്കും ഒക്കെ ഒന്ന് ഫ്രീസാക്കി വെച്ചിരിക്കുന്നു, മരവിപ്പിച്ചിരിക്കുന്നു. അത്രയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ കിട്ടും, അതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ ഇയാളിങ്ങനെ സംസാരിക്കുക. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കാണ് ചന്ദ്രയ്ക്ക് സമാധാനമായത്. എൻ്റെ ദൈവമേ, അപ്പം സ്വത്തുക്കളൊന്നും പോയില്ല. അപ്പം ശ്രുതി ഇരുന്ന് ഇങ്ങനെ ശ്രുതി കരച്ചില്. അപ്പം നമ്മുടെ സച്ചി പറയാ, എനിക്കിതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇത് എന്തൊക്കെയോ ഉണ്ടാക്കി ചമച്ച കഥ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. സച്ചി, നീ മിണ്ടാതിരിക്കും. രവിയേട്ടാ, സച്ചി പറയുന്ന കേട്ടില്ല സച്ചി, എല്ലാ കാര്യത്തിലും കയറി ഇങ്ങനെ പറയല്ലേ സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കുക. അദ്ദേഹം ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ കരച്ചിലോ, അയ്യോ എന്നാലും എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ശ്രുതി ചെന്നിട്ട് ശ്രുതിയെ ആശ്വാസപ്പെടുത്തുകയാണ്. ഇങ്ങനെ കരയല്ലേ, എന്ത് കരച്ചിലേ ഇത്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ, മോളെ ശ്രുതി, നീ കരയല്ലേ മോളെ, നീ എന്തിനിങ്ങനെ കരയുന്നത്? അച്ഛന് ഒരാപത്ത് വരില്ല. അല്ല, അപ്പം അച്ഛനെ പുറത്തിറക്കാൻ പറ്റില്ലേ? മോളെ ശ്രുതിയും കൂടി മലേഷ്യയിൽ പോയി അച്ഛനെ കാണണം കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പെട്ടുവെന്നായിപ്പോയി ശ്രുതി. എന്താ പറഞ്ഞത്? അപ്പോൾ ഇളയച്ചനാണെങ്കിൽ, അയ്യോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലെന്നോ? അതെന്താ കാണാൻ പോകാൻ പറ്റാതിരിക്കുന്നത്? അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുക. അതിന് കുഴപ്പമുണ്ട്. കാരണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയും പിടിച്ച് ജയിലിലിടും, അതറിയാവോ എന്ന് ചോദിക്കുക. ഇവരെയും പിടിച്ച് ജയിലിടോ? അയ്യോ, ഞങ്ങളതിന് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളെ പിടിച്ച് ജയിലിടുന്നത് എന്ന് ശ്രുതി ചോദിക്കുകയാണ്. അതേന്നേ, കാരണം അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ ശ്രുതി. അപ്പോൾ ഇവരുടെ കയ്യിലും ഇവരും ഇതിൽ പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കള്ളക്കേസ് കുടുക്കി ജയിലിലേക്ക് എടുത്തിടും. ഞാൻ തന്നെ രക്ഷപ്പെട്ടത് മലേഷ്യ പോലീസിൻ്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് എസ്കേപ്പ് ആയതാണ്, അല്ലെങ്കിൽ അവർ എന്നെയും പിടിച്ച് ജയിലിലിട്ടാനായിരുന്നു. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, ഇനി പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ അദ്ദേഹത്തെ പുറത്തിറക്കും? കുഴപ്പമൊന്നുമില്ല, ഒരു 10 വക്കീലുമാർ അവരുടെ ചുറ്റുമുണ്ട്. അപ്പം നമ്മുടെ സച്ചി ആണെങ്കിൽ, എങ്കിൽ പിന്നെ 11 ആക്കിക്കൂടെ? അപ്പോൾ ഒരു ക്രിക്കറ്റ് ഇതായല്ലോ. സച്ചി, നീ കളിയാക്കാൻ നിൽക്കരുത്. അയ്യോ അച്ഛ, ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ, നീ അങ്ങനെ കൂടുതൽ പറയാൻ നിൽക്കണ്ട, അദ്ദേഹം പറയട്ടെ. വക്കീൽമാരുണ്ടല്ലോ അവിടെ അദ്ദേഹത്തെ ഇറക്കാനായിട്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി എൻ്റെ ഏട്ടൻ, ദൈവമേ, എപ്പോഴാണ് അവ പുറത്തേക്ക് ഇറങ്ങുന്നത്? അതിന് ഞാൻ കഠിന പരിശ്രമം ചെയ്യും. എൻ്റെ ഏട്ടനെ എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്ത് പുറത്തിറക്കണമല്ലോ. അപ്പോൾ ഇളയച്ചനോട് ചോദിക്കണം, അപ്പോൾ ഇനി നിങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നില്ലേ? ഇല്ല, പോകുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും പിടിച്ച് ജയിലിടൂലേ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടുന്ന് നേരെ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകണം. എന്നിട്ട് എൻ്റെ ഏട്ടന് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് തന്നെ എനിക്ക് മടങ്ങിപ്പോകണം. അത്രേ എനിക്കിപ്പം നിവൃത്തിയുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ
കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇയാളെ കാലിട്ട് പടക്കെന്ന് പറഞ്ഞു ഒറ്റ ചവിട്ട്. അയ്യോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കിടന്ന് കാറുകയാണ്. ഇയാളെ കാർന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ 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 പറ്റി? ഒന്നുമില്ല, എൻ്റെ ശ്രുതിമോൾ ഇനി തനിച്ചാണല്ലോ, എൻ്റെ ശ്രുതിമോളെ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ കാറിയതാണേ എന്ന് പറഞ്ഞ് ഇയാൾ പെട്ടെന്ന് തന്നെ ദൈവമേ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഒരു നിമിഷം പോലും പെട്ടെന്നായിരിക്കും ആക്രമണം ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇയാളാണെങ്കിലും വാതിൽ തുറക്കാൻ നോക്കിയിട്ട് വാതിൽ തുറക്കാനും പറ്റുന്നില്ല. അങ്ങനെ ശ്രുതി ഇയാൾക്ക് വാതിൽ തുറന്നിട്ട് ഇയാൾ പരക്കം മാഞ്ഞ് നേരെ ഓടി പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവുകയാണ്. അപ്പോൾ ശ്രുതി എന്നെ ചോദിക്കുകയാണ്, ഇത് എന്താ അമ്മ, ഇത് എന്താ ചെയ്ത്, ഇയാളെന്താ ഇങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വീണ്ടും കരച്ചില്ല. അപ്പോൾ ശ്രുതി ആശ്വാസപ്പെടുത്തിയിട്ട് വാ നമുക്കകത്തേക്ക് പോകാം, നീ ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും കൊണ്ട് നേരെ ശ്രുതി അകത്തേക്ക് പോവുക. പക്ഷെ ചന്ദ്രമതിക്ക് അത്ര ദഹിച്ചിട്ടൊന്നുമില്ല ഇവളുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ ചന്ദ്രമതി നേരെ ഇവരുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോഴും ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ശ്രുതിയെ ആശ്വാസപ്പെടുത്തുകയാണ്, മോളെ നീ കരയല്ലേ, നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, അച്ഛനിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ അച്ഛൻ എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടും, നിരപരാധിയാണെന്ന് തെളിയും, മോളെ നീ കരയില്ലേ, എന്നാലും ആൻറ്റി എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. പക്ഷേ ശ്രുതി വിചാരിച്ചത് ചന്ദ്രമതി ആകെ ആറി തണുത്തു എന്നാണ്. അപ്പോൾ ഒരു സ്മൈലും ചെയ്യുന്നുണ്ട് അവിടെ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചിയാണ്. സച്ചിക്കാണെങ്കിൽ ആകെ സംശയം. അപ്പോൾ രേവതി വന്ന് ചോദിക്കണം, എന്താ സച്ചിയേട്ടാ, എനിക്ക് അയാൾ വന്ന് അത്ര ദഹിച്ചിട്ടൊന്നുമില്ല, അയാൾ എന്താണ് അങ്ങനെയെല്ലാം സംസാരിച്ചത്, അയാളിപ്പോൾ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചിയേട്ടാ അതെല്ലാം സച്ചിയേട്ടന് വെറും തോന്നലാണ്, ആര് വന്നാലും സച്ചിയേട്ടൻ എന്തിനാണ് ഈ സംശയ കണ്ണോടുകൂടി തന്നെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊള്ളാവോ സച്ചിയേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കാവോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പോവുക. അപ്പോൾ സച്ചിക്ക് വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ആക്കി കലിയും മൂത്ത് ഇങ്ങനെ നിൽക്കുക. ശ്രുതിയുടെ അച്ഛൻ വരുന്നുണ്ടപ്പോൾ ഓരോ പ്രശ്നങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേവതി വന്നിട്ട് ചന്ദ്രയ്ക്ക് ഒരു കപ്പ് ചായ കൊടുക്കുകയാണ്. അമ്മ എന്നാൽ ചായ ഒരു ഗ്ലാസ് ചായ കുടിക്കും, നിന്നോട് ഇപ്പം ഞാൻ ചായ ചോദിച്ചോടി, അവളെനിക്ക് ചായയും കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ആ ചായ അങ്ങോട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി പേടിച്ചു പോയി. അപ്പം നമ്മുടെ രവി, നിനക്ക് എന്താ ചന്ദ്രയെ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു, ഭ്രാന്ത് പിടിച്ച് തല മരവിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്, മിണ്ടാതിരുന്നോളൂ അവിടെ എന്ന് ചന്ദ്ര പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗെയിൻ. ബൈ.